ആവേ രാവിലെ തൊട്ടെന്നെ കണ്ടില്ലല്ലോ, എന്നിട്ട് നീ തിരക്കിയോ ഞാൻ എവിടെ പോയെന്ന് അമ്മയുടെ അടുത്ത്? കൊള്ളാടാ, ഒരു ദിവസം കാണാതിരുന്നിട്ട് ചോദിച്ചു പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യുന്നു. മൂത്ത് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷനൊക്കെ കാണിക്കും. അച്ചാടെ പരാതി കേട്ടോണ്ടിരിക്കുകയാണ് ഇവിടെ മോള്. കുഞ്ഞ് രാവിലെ പോയിട്ടുണ്ടായിരുന്നേ ജോലിക്ക്, അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് വന്നത്. അപ്പോൾ എന്നെ നീ തിരക്കിയോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ ചിറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ചിറ്റയും ആങ്ങളെയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റയാണെങ്കിൽ എനിക്ക് ഡെലിവറിക്ക് ഞാൻ അവിടെ കൊണ്ടുവന്നാക്കി, ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ ഇനി വന്നോളാൻ വയ്യാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വരണ്ട, ഞാൻ വീട്ടിൽ വന്നിട്ട് വന്നാൽ മതി എന്നൊക്കെ ഞാനും അമ്മയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ആളിങ്ങി എത്തി. ഡെലിവറിക്ക് മുന്നേ എന്നോട് ഇങ്ങനെ പറയായിരുന്നു, നിനക്ക് ഡേറ്റ് അടയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാനിങ്ങി വരാം, അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് ദിവസം വന്ന് നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മയൊക്കെ ഉണ്ടല്ലോ, അന്നേരത്തേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ആയപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും ആൾ ധൃതി പിടിച്ച് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു വാവേനെ കാണാൻ. പിന്നൊരു കാര്യം, നമ്മളാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു സമയത്തൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മളെ വന്ന് കാണുന്നുണ്ടായിരുന്നേ അറിഞ്ഞിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നിങ്ങൾ ഓരോരുത്തരും നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടോ. അത് മാത്രമല്ലടാ, നിങ്ങൾ ഓരോരുത്തരും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആരൊക്കെയോ ഉള്ളതുപോലൊരു ഫീലായിട്ടോ. ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീൽ നമ്മൾ അറിയുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്നെ നോക്കുവാ ഇപ്പോഴും ഓണെന്ന് നടക്കത്തേയുള്ള ഓണത് 2 ദിവസമായിട്ട് പറ്റി ഓണെന്ന് നടക്കുക. 2 ദിവസമായിട്ട് ഉറക്ക് നല്ല വരുന്നുണ്ടാ കുഞ്ഞ് വളർന്നിരിക്കുന്നത്. ആരെങ്കിലും അവളെ നിന്നെ വയറ്റിൽ കിടന്നപ്പോഴേ കാര്യം പറഞ്ഞിട്ട് പോയത്. സൗണ്ട് നോക്കുന്നവരില്ലേ അങ്ങോട്ട് പൊടി പൊടി. ഇതാരടി കൊച്ചുമാമൻ? ഇതാരും പൊന്നോനോ മുഖത്ത് നോക്കും. ഞാൻ നോക്കുക എന്ത് കൊതുടിയെന്ന് വെച്ചാ കുഞ്ഞിന്റെ കണ്ണത്തില്. അത് അവള് മാന്തി കീറുന്നേ. മാന്തി കീറുന്നു. യോ നഖം കണ്ടോ? നഖം കണ്ടോടി തങ്ക പൊന്നോനേ ചക്കരേ. അമ്മച്ചി നല്ല പേരെല്ലാം കണ്ടോ? എന്തോ ഇത് കണ്ടോ? ഇടുന്ന ഡ്രസ് ഇടാനാ വെച്ചത്. ഇത് ഗൗണ്. ഇത് അത് മിടിയാതെ. ഇത് കണ്ടോ മോളെ? മോളെ കാണത്തില്ല. ഇത് തന്നെ അവക്ക് വലുതല്ല. ഇത് എവിടെ ഉടുപ്പിടാ? ഓ പാവടി. പിന്നെ ഇതാ ചിറ്റ വന്നപ്പോഴത്തേക്കും മോൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അത് ഇവൾക്ക് ഇപ്പോൾ ഇടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇച്ചിരി വലുപ്പമുണ്ട്. പിന്നെ എന്താ നെറ്റ് ബെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നെറ്റ് ബെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിറ്റയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചില്ലയോ എന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഇതാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്നതും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ റേറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് വലിയ റേറ്റൊന്നും ഇല്ല, കാരണം നമുക്കത് കുറച്ച് നാളല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയ റേഞ്ചിലുള്ള സാധനമൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചത്. നമ്മൾ കോംബോ ഓഫറിനായിരുന്നു ആ സാധനം വാങ്ങിച്ചത്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇതിൻ്റെ അല്ല കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഈ നെറ്റ് ബെഡും മറ്റേ ക്യാരിങ് ബെഡും ഉണ്ട്. ക്യാരിങ് ബെഡ് ശരിക്കും പറഞ്ഞാൽ മോൾ യൂസ് ചെയ്തിട്ടേ ഇല്ല, കാരണം അവൾക്ക് അത് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചൂട് പോലെ ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇവളെ ഞാൻ പൊതിഞ്ഞ് വെക്കാൻ ഞങ്ങൾ എപ്പോഴും നോക്കും, പക്ഷേ ഇവൾക്ക് പൊതിഞ്ഞ് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അവൾ കരയും കേട്ടോ. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു അവൾക്ക് നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഈ കരയുന്നത്. അതുകൊണ്ട് പൊതിഞ്ഞങ്ങനെ വെക്കണമെന്നില്ല. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. ഒരുപാട് പൊതിഞ്ഞ് വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല ചൂടെടുക്കും. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഞങ്ങൾ എന്നിട്ടും പൊതിഞ്ഞ് വെച്ചിരുന്നു, തണുപ്പടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. എന്തായാലും കുഴപ്പമില്ലാതെ കിടക്കും. എന്തായാലും തുണി ചില സമയത്ത് എടുത്തെടുത്ത് കളയും കേട്ടോ. എന്നാലും ഞങ്ങൾ ഒന്നും കൂടെ പൊതിഞ്ഞൊക്കെ വെക്കും. പതിയെ കൊണ്ട് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ 1 മാസമല്ല, അതിന് മുന്നേ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാറില്ല കേട്ടോ. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ചോദിച്ചു, ഈ പൊതിഞ്ഞ് വെച്ചില്ലെങ്കിൽ
കുഴപ്പമുണ്ടോ? കാരണം ഓരോരുത്തരും ഓരോന്നാണല്ലോ നമുക്കിടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അതൊക്കെ ഓരോരുത്തരും പറയുന്നത് മണ്ടത്തരങ്ങളാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, കുഞ്ഞിന് എന്താണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ചൂടായിരിക്കും, അവർക്ക് എന്നിട്ട് ആ ചൂടിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും, ആ സമയത്ത് തണുപ്പടിക്കുമ്പോഴും അതേപോലെ കരയും. അതുകൊണ്ട് കുഞ്ഞിന് എന്താണോ അത് നോക്കിയാൽ മതി എന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൊതിയാറില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.